അമ്പലവയൽ മീനങ്ങാടി റൂട്ടിൽ ചില്ലറ കാര്യത്തിന് ഇനി വഴക്കില്ല. മീനങ്ങാടി അമ്പലവയൽ റൂട്ടിലെ യാത്രക്കാർ കയ്യിൽ പണമില്ലെങ്കിലും കൂളായി യാത്ര ചെയ്യുകയാണ്. സെയിന്റ് ആന്റണീസ് ബസ്സിലെ ജീവനക്കാരായ ഷമീറും കുട്ടനും ചേർന്നൊരുക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യത്തിൽ യാത്രക്കാരും ബസ്സുടമയും ഹാപ്പി. അതിരാവിലെ ചില്ലറയെ ചൊല്ലി ഒരു കശപിശ. അതുമൂലം യാത്രക്കാരും ബസ് ജീവനക്കാർക്കും ഉണ്ടാകുന്ന മാനസിക പ്രയാസം. ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ ചില്ലറ പ്രശ്നത്തോട് ഡബിൾ ബെല്ലടിച്ച് ഗുഡ് ബൈ പറയാൻ ഷമീറും കുട്ടനും തീരുമാനിച്ചത്. മറ്റെല്ലാ മേഖലകളും ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം കീഴടക്കിയിട്ട് വർഷങ്ങളായി. അതിലേക്കെത്താത്ത പൊതുഗതാഗത സംവിധാനത്തിന് മാതൃകയാവുകയാണ് ഷമീറും കുട്ടനും. സ്കൂളിൽ മധ്യവേനൽ അവധി കൂടി ആരംഭിച്ചതോടെ ഉണ്ടായ ചില്ലറ ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അതിഥി തൊഴിലാളികൾ ഏറെ യാത്ര ചെയ്യുന്ന റൂട്ടിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നതോടെ ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാൻ സാധിക്കുന്നതിൽ അവരും ഹാപ്പി. ഞങ്ങൾ ഇതിൽ QR കോഡ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ വെക്കേഷൻ ടൈമിന് ചില്ലറേന്റെ ബുദ്ധിമുട്ട് കാരണമാണ്. ഇതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ചില്ലറയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല. നാട്ടുകാർക്കാണെങ്കിലും കറക്റ്റ് ബാക്കിയും കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികളെ ഇതാക്കിയാണ് ഞങ്ങളിത് ചെയ്തത്. അവരോട് നമുക്ക് സംസാരിക്കാനും അവരോട് ചില്ലറാക്കി ചോദിക്കുന്ന ബുദ്ധിമുട്ടും കാരണം നമ്മൾ ഇങ്ങനെ ഒരു QR കോഡിന്റെ സിസ്റ്റം കൊണ്ടുവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് തന്നെ വണ്ടി കയറുമ്പോൾ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് രാവിലെ തിരക്കിനിടയിൽ വീട്ടിലെ പണികൾ ഒതുക്കി ബസ്സിൽ ഓടിക്കയറുന്ന വനിതാ ജീവനക്കാരിയും സന്തോഷത്തോട് പറയുന്നു, ഡിജിറ്റലായ ഞങ്ങൾക്ക് ഇനി തിരിച്ചുപോക്കില്ല. ഞങ്ങളുടെ തിരക്കിനിടയ്ക്ക് പലപ്പോഴും ചില്ലറ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവാറില്ല. ഡെയിലി യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഇങ്ങനെ ഒരു ഗൂഗിൾ പേ സൗകര്യം ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ബസ് ഉടമ ജോസഫും ജീവനക്കാർക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചതോടെ ഉദ്യമം വൻ വിജയം. ചില്ലറയുടെ കാര്യത്തിലുള്ള തർക്കങ്ങൾ ഇനി ഈ ബസ്സിലുണ്ടാകില്ല. KSRTC പോലും ഇത്തരത്തിൽ മാറാത്ത സാഹചര്യത്തിൽ നാട്ടിൻപുറങ്ങളിലൂടെ ലോക്കൽ സർവീസ് നടത്തുന്ന സെന്റ് ആന്റണീസ് ബസ്സിലെ ജീവനക്കാരുടെ പ്രവർത്തനം മറ്റുള്ളവരും മാതൃകയാക്കണമെന്നാണ് യാത്രക്കാരും പൊതുപ്രവർത്തകരും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.